ഹായ് ഹലോ, ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നാച്ചുറോപ്പതി സെൻറ്ററിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഇറങ്ങിയതിൻ്റെ ആ രണ്ടാമത്തെ ദിവസം ഞങ്ങൾക്കൊരു വലിയ നിശ്ചയം ഉണ്ടായിരുന്നു കേട്ടോ. സാറിൻ്റെ കൊച്ചച്ഛൻ്റെ മോൻ്റെ നിശ്ചയം, അതായത് സാറിൻ്റെ അനിയൻ്റെ മോൻ്റെ നിശ്ചയം. അപ്പം അത് കണക്കാക്കിയാണ് ഞാൻ മറ്റേ ആ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ നിന്നും വന്നത് കേട്ടോ. കാരണം ആ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഉള്ള രണ്ടാമത്തെ ദിവസമായിരുന്നു ഈ ഒരു നിശ്ചയം. അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഒരു ഉടുപ്പെന്ന് പറഞ്ഞാൽ നിരഞ്ജനയുടെ നിശ്ചയത്തിന് എനിക്ക് ഇടാൻ വേണ്ടി സാറും കീർത്തനയും കൂടെ തൂത്തുക്കുടിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പക്ഷേ ഇതാ ഇപ്പോഴാണ് ഞാനത് ഇടുന്നത്. നിശ്ചയത്തിന് ഞാൻ വേറൊരു ഡ്രസ്സാണ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പം ഇത് ഇപ്പോൾ ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഇതിന് കഴുത്ത് കംപ്ലീറ്റ് മൂടിയാണ് ഇരിക്കുന്നത്. സാധാരണ എനിക്ക് ഇങ്ങനത്തെ കഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവരത് എടുത്തത്. പക്ഷേ ഇത് കംപ്ലീറ്റ് മൂടിയിരിക്കുകയാണ്. കാരണം നമുക്ക് മാലയൊന്നും കാണത്തില്ല, എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മൂടി കുറച്ചുകൂടെ ഡിഗ്നിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇട്ടപ്പോഴാണ് കേട്ടോ ഇത് മനസ്സിലായത്. അപ്പം നിശ്ചയത്തിന് ഞാനും സാറും കൂടെയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഒരുങ്ങി വന്നപ്പോൾ ഞാനും സാറും ഏകദേശം ഒരേ കളറായിപ്പോയി കേട്ടോ ഡ്രസ്സ്. അത് കുഴപ്പമില്ല, ട്യൂനിങ് എപ്പോഴും നല്ലതാണല്ലോ. ഓക്കെ, അപ്പം ഞാൻ താൻ്റെ മുടിയെല്ലാം കെട്ടി. എനിക്ക് ഭയങ്കര മേക്കപ്പൊന്നുമില്ല, അറിയാലോ. അപ്പം മുടിയൊന്ന് കെട്ടണം, പക്ഷേ ഇപ്പം മുടിയൊന്നും ഒതുങ്ങുന്നില്ല. ഇപ്പം നമ്മൾ ഇത്രയും ദിവസം അവിടെയൊക്കെ പോയി നിന്ന് പിന്നെ ഒന്നിപ്പോൾ വന്നതിന് ശേഷം ഡൈ എല്ലാം അടിച്ച് അപ്പം ആ മുടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇപ്പം. അപ്പം അത്രയങ്ങ് ഒതുങ്ങത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് മസാജൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ തലയിലോട്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴുകി കളഞ്ഞിട്ടും അത്രയങ്ങ് സെറ്റാവാത്ത മാതിരി തോന്നി. അപ്പം ദാണ്ട് ഇതാണ് ഡ്രസ്സ്. അപ്പം ഞാൻ ദാണ്ട് തലയിൽ കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ക്ലിപ്പ് കുത്തുന്നത്. സാധാരണ ഞാൻ ചെറിയ ക്ലിപ്പുണ്ടല്ലോ, നമ്മളുടെ ഒരു കടിച്ചുപിടി പോലത്തെ ഒരു ക്ലിപ്പുണ്ടല്ലോ, അതാണ് കുത്തുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്റ്റോണിൻ്റെ ക്ലിപ്പ് കുത്തുന്നത് കേട്ടോ. പണ്ട് എൻ്റെ മുടി ഭയങ്കര കുറുങ്ങലായിരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും എൻ്റെ മുടി ഇങ്ങനെ ഒന്ന് കെട്ടിയാൽ മതിയെന്ന് വിചാരിച്ചാണ് സത്യത്തിൽ ഞാൻ മുടി സ്ട്രെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ പക്ഷേ ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് ഇങ്ങനത്തെ ഒരു സ്റ്റോണിൻ്റെ ക്ലിപ്പ് ഞാൻ കുത്തി നോക്കുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓക്കെ, പിന്നെ എപ്പോഴൊന്നും ഇടത്തില്ല ഈ ഒരു ക്രീം. ഇതൊരു ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒരു 5 രൂപയുടെ ഒരു സാഷയാണ്. അത് ഞാൻ എപ്പോഴൊന്നും ഇടത്തില്ല. ഇന്നിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറയത്തില്ലേ, അപ്പം അങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ഇട്ടതാണ് കേട്ടോ. സാധാരണ ഇതൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് പൗഡർ ഇടും കേട്ടോ. പൗഡർ ഇട്ടിട്ട് അതൊരു തുടപ്പുണ്ട്. അപ്പോൾ അത്രയും ആകുമ്പോഴത്തേക്ക് എൻ്റെ മേക്കപ്പ് തീർന്നു. പിന്നെ ഒരു പൊട്ടും. പണ്ട് ഞാൻ കരിയൊക്കെ എഴുതിക്കൊണ്ടാണ് കേട്ടോ നടന്നിരുന്നത്. അതായത് ഒരു 2008, 2010, 12, 14 വരെയൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നല്ല മേക്കപ്പൊക്കെ ഇടുമായിരുന്നു. നല്ല മേക്കപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പൗഡർ ഇടും, കണ്ണിൽ കരി വരയ്ക്കും, മുകളിൽ ആ സിന്ദൂരത്തിൻ്റെതായി ഇതുപോലൊരു സംഭവം ഇടും. പിന്നെ ഒരു വലിയ കോഴിപ്പൊട്ട് ഇതൊന്നും അല്ല എൻ്റെ കോഴിപ്പൊട്ട് മുകളിൽ വരയ്ക്കുന്ന സിന്ദൂരവും നേരെ അങ്ങ് പോകും കേട്ടോ. തലയുടെ മണ്ടയിൽ കൂടെ അങ്ങ് പോകും. അത്രയ്ക്ക് നീളമുള്ള കോഴിപ്പൊട്ടാണ് കേട്ടോ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. അതൊക്കെ എൻ്റെ മാത്രം ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു കേട്ടോ ഈ നാട്ടിൽ തന്നെ. ഇപ്പം ഞാൻ എല്ലാം ചെറുതാക്കി. എനിക്ക് തോന്നുന്നു ഹന വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു കൂടുതലും ഞാൻ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. ഞാൻ എന്ത് വെച്ചിരുന്നാലും ഹന പൊക്കിയെടുക്കും കേട്ടോ. അപ്പം ഇതാണ്ട് ഒരുങ്ങി. അപ്പോൾ ഇതാണ് എൻ്റെ ഷോൾ കേട്ടോ. ബോട്ടവും ഈ ഒരു ഷാളും ഈ ഒരു റോസ് കളറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കംഫർട്ടുണ്ട്. പക്ഷേ ഇച്ചിരി ചൂടുണ്ട്. തുണി ഒരു ഇച്ചിരി നമ്മൾ പോളിസ്റ്റർ പോലെയാണ്. അതിൻ്റെ അകത്തൊക്കെ കിടക്കുന്ന ലൈനിങ് ഒക്കെ ഇച്ചിരി പോളിസ്റ്റർ പോലെയാണ്. അതിൻ്റെ ഒരു ഇച്ചിരി ചൂടുണ്ട്. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം നമുക്ക് മാല ഒന്നും ആവശ്യമില്ല, മാല ഇട്ടാൽ പോലും കാണത്തില്ല. അപ്പോൾ അതൊക്കെ തന്നെ എൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പം ഇത്രയാണ് എൻ്റെ മേക്കപ്പ്. അപ്പോഴത്തേക്ക് സാറ് നിലവിളി തുടങ്ങി, വാ 8:30 എന്ന് പറഞ്ഞാൽ 8:30 തന്നെ പോകണം. അപ്പം ഞാൻ പറയുന്നു 9 മണിക്ക് എത്തിയാൽ പോരെ അപ്പാ എന്ന് വെച്ചപ്പം പറ്റത്തില്ല എന്നൊക്കെ കൊണ്ട് ബഹളം തുടങ്ങി. ഞാൻ പെട്ടെന്ന് ഷാളൊക്കെ കുത്തി സാറിനോടൊപ്പം പോട്ടെ. ഓക്കെ, അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോവുകയാണ്. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ട് തന്നെയാണ് ഈ നിശ്ചയത്തിൻ്റെ വീട്. അപ്പം പയ്യൻ്റെ വീടാണ്, ചെറുക്കൻ്റെ വീടാണ് ഇവിടെ. പെണ്ണിൻ്റെ വീട് തിരുവനന്തപുരത്താണ് കേട്ടോ, വേളിയിലാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ നിന്ന് അവർ ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ പേരും ബസ്സിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബസ്സിനകത്തോട്ട് ചാടി കയറണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞാനും കവിതയും സാറും കൊച്ചനൻ എല്ലാവരും കൂടെ ഒരു ബസ്സിനകത്താണ് കയറിയത്. 3-4 ബസ്സുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് ഭയങ്കരമായിട്ടൊന്നും ഇല്ലായിരുന്നു. സീറ്റുകളൊക്കെ കുറേയൊക്കെ ഒഴിവുണ്ടായിരുന്നു. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം.
കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം എല്ലാ ബന്ധുക്കളെയും കാണുന്നത് ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളിലാണ് കേട്ടോ. അല്ലെങ്കിൽ ആരെയും കാണലില്ല. ആരും ആരെയും കാണാനായിട്ട് പോത്തുമില്ല. പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ ഇപ്പോഴും. എല്ലാവരും ബിസിയല്ലേ. അങ്ങനെ ഞാനും ഗൗരിയും കൂടെ പരദൂഷണമൊക്കെ പറയാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഒരു അറ്റം പിടിച്ച് ഒരു സീറ്റിൽ പോയിരുന്നു കേട്ടോ. എന്നിട്ട് തിരുവനന്തപുരം വരെ ഞങ്ങൾ കൊതിയും നുണയും പറഞ്ഞിരുന്നു കേട്ടോ. ഒരുപാട് നാളായി കേട്ടോ എല്ലാവരും കൂടെ ഇങ്ങനെ ഒന്നിച്ച് യാത്ര ചെയ്തൊരു കല്യാണത്തിനോ ഒരു നിശ്ചയത്തിനോ ഒക്കെ പോയിട്ട്. ഇനിയിപ്പം കുറച്ച് പേരുടെ കല്യാണങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ഗ്യാപ്പ് വരും കേട്ടോ. അടുത്ത ജനറേഷൻ വളർന്നു വന്നിട്ടേ അവരുടെ കല്യാണത്തിന് നമുക്കിനി പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് കുറച്ച് കല്യാണങ്ങളുണ്ട്. നിരഞ്ജനയുടെ കല്യാണം, പിന്നെ നിരഞ്ജനയുടെ കസിൻ്റെ കല്യാണം, അശ്വതിയുടെ കല്യാണം, അങ്ങനെ കുറച്ച് കല്യാണങ്ങൾ ഞങ്ങൾക്കുണ്ട്. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറേ ഗ്യാപ്പ് വരും കേട്ടോ. എന്നിട്ട് കുട്ടികളെല്ലാം വളർന്നിട്ടാണ് കേട്ടോ അടുത്ത കല്യാണം. അപ്പോൾ അതാണ് ഞങ്ങളിത് ആ കഴക്കൂട്ടമെല്ലാം കഴിഞ്ഞു ആ വെളിയിലോട്ടൊക്കെ ഞങ്ങൾ എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വേളി പൊതുവേ കാണാൻ നല്ല സ്ഥലമാണ് കേട്ടോ. ഈ ഒരു ടൂറിസം സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്തൊക്കെയൊക്കെയോ അവിടെയൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ശംഖിൻ്റെ ഷേപ്പിലൊക്കെ 1-2 സ്റ്റാച്ചു പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ പോകുന്നത്. അങ്ങനെ സംസാരിച്ച് താണ്ട് ഞങ്ങൾ ഹാളിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ച് പേരെ അപ്പോഴും കണ്ടു കേട്ടോ. ബസ്സിനകത്ത് നമ്മൾ നേരത്തെ കാണാത്ത ആൾക്കാരെയൊക്കെ അപ്പോഴും കണ്ടു. എന്നിട്ട് നമ്മൾ താണ്ടെ ഹാളിലേക്ക് നടക്കുകയാണ്. അപ്പം ആദ്യം തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കുടിച്ചിട്ട് വേണ്ടേ നമ്മൾ അകത്തേക്ക് കയറാൻ. പറഞ്ഞില്ലല്ലോ, നമ്മുടെ ചെറുക്കൻ്റെ പേര്, നിശ്ചയത്തിനുള്ള ചെറുക്കൻ്റെ പേര് അഭിജിത്ത് എന്നാണ് കേട്ടോ. അതുപോലെ നമ്മളുടെ പെൺകുട്ടിയുടെ പേര് രേഷ്മയെന്നുമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ പോയിരുന്ന് നിശ്ചയം വീക്ഷിക്കുകയാണ് കേട്ടോ, നിശ്ചയത്തിൻ്റെ ചടങ്ങുകൾ. അപ്പം നിശ്ചയത്തിൻ്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. അപ്പം നമ്മുടെ ജാതിയിൽ നിശ്ചയം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ചടങ്ങുകളുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതിനകത്ത് മെയിൻ റോളുകൾ വഹിക്കുന്നത് തന്നെ മാമന്മാരാണ് കേട്ടോ. ചെറുക്കൻ്റെ മാമനും പെണ്ണിൻ്റെ മാമനും. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് നിശ്ചയത്തിൻ്റെ ആ ഒരു ചാർത്ത് വായിക്കുകയാണ് കേട്ടോ. എന്നാണ് കല്യാണം, ഏതാണ് സമയം, ഏതാണ് മാസം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വായിച്ച് എല്ലാവരെയും അറിയിക്കുന്ന ആ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പം അതിനു മുമ്പ് ഇതിന് ശേഷം താലങ്ങൾ, നിശ്ചയത്തിൻ്റെ താലത്തിനകത്ത് നമുക്ക് നിശ്ചയപ്പാട്ട് കാണും, ഹാരം കാണും, പൂവ് കാണും, ഒരുപാട് ഫ്രൂട്ട്സ് കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള താലങ്ങൾ കൈമാറുന്ന ആ ഒരു ചടങ്ങെല്ലാം അപ്പം ഇതിന് പിറകെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ചടങ്ങുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് പെണ്ണിൻ്റെ മാമനും ചെറുക്കൻ്റെ മാമനും അന്യോന്യം ആ ഒരു താലങ്ങൾ കൈമാറുന്ന ആ ഒരു സമയമാണ് കേട്ടോ. അപ്പം തലയിലൊക്കെ തലപ്പാക്കെട്ടൊക്കെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ അവർ. അപ്പം പണ്ട് നമ്മളുടെ ജാതിയിൽ ഇങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നത്തെ നമ്മളുടെ ഒന്നും ഓർമ്മയിൽ ഇങ്ങനെ ഇല്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ ഒരു തലയിൽ കെട്ടുന്ന ആ ഒരു സമ്പ്രദായം വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. തമിഴ് രീതിയാണ് മിക്കവാറും ഒക്കെ എല്ലാ സമയത്തും നമ്മൾ പിന്തുടരുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടല്ലേ, താലങ്ങൾ കൈമാറുന്ന കണ്ടില്ലേ, ഫ്രൂട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പെൺകുട്ടികളും എല്ലാവരും കൂടെ ഇതുപോലെ എല്ലാ സാധനങ്ങളുമായിട്ട് പെണ്ണ് നിൽക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. എന്നിട്ട് പെണ്ണിനെ ഒരുക്കി ഇറക്കും. അതാണ് ചടങ്ങ് കേട്ടോ. അപ്പം നമ്മളൊരു കല്യാണത്തിനോ ഒരു നിശ്ചയത്തിനോ പോയാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയം ഇതാണ്, പെണ്ണിനെ കാണുക എന്നുള്ളത്. കണ്ടോ, പെൺകുട്ടി ഇറങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു ടൈമാണ് കേട്ടോ ഇത്. പെൺകുട്ടിയെ കാണാനല്ലേ സത്യത്തിൽ നമ്മളെല്ലാവരും പോണത്. ആൺകുട്ടി എത്ര സുന്ദരനായാലും എത്ര നമുക്ക് വേണ്ടപ്പെട്ടവനായാലും പെൺകുട്ടി ഇറങ്ങി വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ, എല്ലാവരും പെൺകുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അബി കയറിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അബിയും പെൺകുട്ടിയും കൂടെ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് പറ്റിയൊരു അമളി എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിലായിപ്പോയി കേട്ടോ. കിഴക്ക് ഭാഗമെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പേരും തിരിഞ്ഞ് അപ്പുറത്തേക്ക് പോയി ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷെ ഞാൻ പോയതൊന്നുമില്ല. നമുക്ക് എന്തായാലും ഫോട്ടോകൾ കിട്ടുമല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്നിട്ട് ഇനി റിങ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതവിടെ നടക്കട്ടെ. അപ്പം നമുക്ക് ദാണ്ടെ ഈ ബാക്കിയുള്ളവരെ നോക്കാം. അപ്പോൾ എല്ലാവരും ആകാംക്ഷഭരിതരായിട്ട് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത്രയും വേണ്ടപ്പെട്ട എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ടെ എല്ലാവരും നിൽക്കുന്നുണ്ടോ. അപ്പം അവരെ എല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അഭിജിത്തും രേഷ്മയും കേട്ടോ. അപ്പം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. നല്ല ചേർച്ചയായിരുന്നു കേട്ടോ രണ്ടുപേരും. നല്ല ഡ്രസ്സും ഒക്കെ ആയിരുന്നു കേട്ടോ. അഭിജിത്തിൻ്റെ നീല തിളങ്ങുന്ന ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ.
അപ്പം ഈ ഒരു നിശ്ചയ ദിവസം എനിക്ക് വേണ്ടപ്പെട്ട ഒരാളിനെ ഞാൻ എത്രയോ വർഷത്തിന് ശേഷം കണ്ടുമുട്ടി. അതായത് എൻ്റെ കസിനെ, അതായത് എൻ്റെ അപ്പച്ചിയുടെ മകളെ കേട്ടോ. അപ്പം അത് ഒരുപാട് വർഷമായി. എൻ്റെ അച്ഛനൊക്കെ മരിച്ചിട്ട് എൻ്റെ 4 വയസ്സിൽ മരിച്ചതാണ്. അപ്പം അതിനുശേഷം ഞങ്ങൾ ആ ട്രിവാൻഡ്രം ഞങ്ങളുടെ റിലേറ്റീവ്സുമായിട്ടൊന്നും വലിയ ടച്ചൊന്നും ഇല്ലായിരുന്നു. അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ വീടും അമ്മ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വളർന്നത്. അപ്പം എൻ്റെ 6ാമത്തെ വയസ്സിലാണ് ബീന എന്നാണ് കേട്ടോ അവളുടെ പേര്. അപ്പോൾ ബീന എന്നെ കണ്ടിട്ടുള്ളത് ലാസ്റ്റ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഞങ്ങൾ തിലകമൊക്കെ ആയിട്ട് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം ഈ ഒരു പൂ കണ്ടോ, ഈ ഒരു പൂ കെട്ടിയിരിക്കുന്നുണ്ടോ? അപ്പം സാറിൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ ഇത്. അപ്പോൾ പൂ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇവർക്ക് ചാലയിലൊരു വലിയ പൂക്കടയുണ്ട് കേട്ടോ. അപ്പം അവളുടെ സാരി അനുസരിച്ച് പൂവൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് കടയിൽ ഓർഡർ കൊടുത്ത് അവരെ കൊണ്ട് കെട്ടിപ്പിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു അത് നല്ല ഭംഗിയുണ്ട്, ഒരു വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വലിയ സ്റ്റൈലായിട്ടൊക്കെ എനിക്ക് പോസ് ചെയ്ത് തന്നു കേട്ടോ. കണ്ടോ, മുമ്പിലേക്കൊട്ടൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഇരുന്ന് തന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും അവരുടെ പൂവായാലും ഡ്രസ്സായാലും ഒക്കെ നല്ല വെറൈറ്റിയാണ് കേട്ടോ. അവൾ തിരുവനന്തപുരത്താണ് കേട്ടോ താമസിക്കുന്നത്. ഞാൻ കൊള്ളാം എന്ന് പറയുന്നതനുസരിച്ച് എനിക്ക് പോസ് തന്നുകൊണ്ടേയിരുന്നു കേട്ടോ ഗെയ്സ്. അപ്പം അടുത്തതെന്ന് പറഞ്ഞാൽ ഫുഡാണ്. അപ്പം ഞാനും ബീനയുമാണ് ഇരുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ നല്ല ഇടിയൊക്കെ കൂടിയാണ് ഗെയ്സ് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നത്. പിന്നെ ഭയങ്കര ഫുഡായിരുന്നു. പക്ഷേ കറി ഒരുപാട് കറിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 13 14 തരം തൊടുകറി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നി. നമ്മൾ അത്രയൊന്നും കഴിക്കത്തില്ല. പിന്നെ സാറ് പറയുന്നത് പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ പോരെ എന്ന് ചിന്തിച്ചാൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം ബീനയും കുറച്ച് ചോറ് കിട്ടുള്ളൂ. അപ്പോൾ ബീനയാണ് പറഞ്ഞത് ഞാൻ കറിയാണ് എല്ലാവരും കഴിക്കുന്നത് ഒരുപാട്, ചോറ് എല്ലാവരും വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തായാലും പ്രകൃതി ചികിത്സാ രംഗത്ത് നിന്നും വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചോറ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് അവിടെ ജ്യൂസും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ. അപ്പം അതുകൊണ്ട് തന്നെ ചോറ് കഴിക്കാനൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യത്തെ സദ്യയാണ് കേട്ടോ ഇത്. അപ്പം ചോറെല്ലാം കഴിച്ചിട്ട് അപ്പോൾ തന്നെ കവിതയ്ക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വേറൊരു കൂട്ടും കിട്ടി, സിന്ധു. അപ്പം സിന്ധുവിനെയും കൊണ്ട് ഞാനും പയ്യെ ബസ്സിനടുക്കേറ്റ് നടന്നു കേട്ടോ. അപ്പം ഇനി ക്ഷീണം തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഉണ്ടാൽ ക്ഷീണം തെണ്ടിക്കുമെന്ന്. അപ്പം ക്ഷീണം തന്നെയാണ് കേട്ടോ. ഇനി ബസ്സിൽ കയറിയിട്ട് വേണം കുറച്ചുകൊണ്ടൊന്ന് ഉറങ്ങാൻ. അങ്ങനെയും ചിന്തിച്ചുകൊണ്ടാണ് കേട്ടോ ബസ്സിലേക്ക് കയറിയത്. പക്ഷെ ഉറങ്ങിയതൊന്നുമില്ല. അപ്പം ഇങ്ങോട്ട് തിരിച്ചു വരാനും എനിക്ക് സംസാരിക്കാൻ ആളിനെ കിട്ടി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം.